الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സംഗമം, ഈ ഒരു പരിപാടി അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താനുള്ള വേദിയല്ല. മഹാനായ മദക്കത്തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ജലാലിയ റാത്തിബിന്റെ 6ാമത്തെ വാർഷികമാണ്. അൽഹംദുലില്ലാ, മഹാനായ താജുശ്ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് അവർകൾ തുടക്കം കുറിച്ചു തന്ന ഒരു മഹത്തായ മജ്ലിസാണ്. അതുപോലെ കുമ്പോൾ സാദാത്തുക്കൾ ആശീർവദിച്ച ഒരു മഹത്തായ മജ്ലിസാണ്. ധാരാളം സാദാത്യങ്ങളും പ്രഗൽഭരായ ആലിമീങ്ങളൊക്കെ സംഗമിച്ച ഒരു മജ്ലിസിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. നേരത്തെ വൈകുന്നേരം മുതൽക്ക് തന്നെ ഒരുപാട് മജ്ലിസുകൾ ഇവിടെ നടന്നു. മഹ്ളറത്തുൽ ബദ്രിയും ബുർദയും അങ്ങനെ പല പരിപാടികളും നടന്ന ഒരു അനുഗ്രഹീതമായ ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്തും മദദും എല്ലാം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകുമാറാവട്ടെ. അതുകൊണ്ട് സുദീർഘമായ ഒരു വഅദ് പറയാനുള്ള അവസരമല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മീയമായ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകൾ നമ്മുടെ നാടുകളിൽ വളരെ വിപുലമായി പല സ്ഥലത്തും നടന്നു വരുന്നുണ്ട്. ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും നേതൃത്വം നൽകുന്ന മജ്ലിസുകൾ നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നു. നമ്മുടെ പള്ളികളിലും പല റാത്തീബിന്റെയും ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ടും അതിന്റെ മഹത്വം കൊണ്ടുമാണ് നമ്മുടെ നാടുകളിൽ അല്ലാഹു വലിയ അനുഗ്രഹവും നിഅമത്തും നൽകിയിട്ടുള്ളത്. ഈ മജ്ലിസുകളുടെ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് മുസീബത്തുകളെയും ആഫത്തുകളെയും അല്ലാഹു നമ്മളിൽ നിന്ന് തട്ടി ദൂരത്താക്കുന്നു. പക്ഷേ അത് നമുക്കറിയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ നാടുകളിലേക്ക് വലിയ കാവലുകളാണ് ഈ മജ്ലിസുകളെല്ലാം. പരിശുദ്ധമായ ഖുർആൻ
ദിക്റ് ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളം ദിക്റ് ചൊല്ലുന്ന പുരുഷന്മാർ, അതുപോലെ ധാരാളം ദിക്റ് ചൊല്ലുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുന്നു, വലിയ പ്രതിഫലം നൽകുന്നു എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നാം ആരും മഅസൂമീങ്ങളല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതും. നാം ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നാം നിസ്കരിച്ച നിസ്കാരമോ നമ്മുടെ നോമ്പോ മറ്റുള്ള അമലുകളോ അല്ലാഹു അത് ഖബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഇൽമിന്റെ കുറവ് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട്, ഭൗതികമായ ചിന്താഗതികളെ കൊണ്ട് നാം നിർവഹിക്കുന്ന ഇത്തരം ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമോ, സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. അതിൽ ഒരു ഉറപ്പും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുമില്ല. പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട് എന്നതാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മുടെ ജീവിതങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ തെറ്റുകളാണ് ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ തെറ്റുകൾക്കെല്ലാം പരിഹാരമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു മരുന്നാണ് അല്ലാഹുവിന്റെ ദിക്ർ. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. അവരുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. വഅജ്റൻ അളീമാ, വണ്ണമായ പ്രതിഫലവും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലുണ്ടാകുമ്പോ ആ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അലാ, ഓ സ്വഹാബികളെ, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങളുടെ അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു അമല്, ഏറ്റവും ഉത്തമമായ ഒരു സൽക്കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറാണത്, ഏറ്റവും നല്ല അമലാണ്. വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ യജമാനനായ അല്ലാഹുവിന്റെ അരികിൽ നിങ്ങളെ പരിശുദ്ധമാക്കി കളയുന്ന, നിങ്ങളെ സംശുദ്ധമാക്കി കളയുന്ന, നിങ്ങളെ ഹൃദയം നന്നാക്കി കളയുന്ന ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളെ ദറജ, നിങ്ങളെ പദവി അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും പദവി നൽകുന്ന, നിങ്ങളെ പദവിനെ ഉയർത്തിക്കളയുന്ന ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? വഖൈറിൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖി, മാത്രമല്ല സ്വർണവും വെള്ളിയും അതെല്ലാം, അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായ മുതലുകൾ, അതെല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു അമല് ഞാൻ പറഞ്ഞു തരട്ടെയോ?
പോരാ ഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും. നിങ്ങൾ യുദ്ധത്തിൽ സംബന്ധിച്ചുകൊണ്ട് കുഫാറുകളുമായി ശത്രുക്കളുമായി യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും വലിയ ഒരു സൽക്കർമ്മം, വലിയ ഒരു ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ അമല്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പദവി നൽകുന്ന ഒരു അമല്, നമ്മുടെ ഖൽബെല്ലാം ശുദ്ധിയാക്കി കളയുന്ന ഏറ്റവും വലിയൊരു സൽക്കർമ്മം, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ തങ്ങളൊന്ന് പറഞ്ഞു തരണം, അത്രമാത്രം വലിയ സ്ഥാനമുള്ള ഒരു അമലേതാണ് നബിയേ? യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുവിന്റെ കഴുത്ത് വെട്ടുന്നതിനേക്കാളും ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ശത്രു ഇങ്ങോട്ട് വെട്ടു നൽകുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രതിഫലമുള്ള അമൽ ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല ദിക്റുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ദിക്റാണ്, അല്ലാഹുവിന് വേണ്ടി ചൊല്ലുന്ന ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം പവറുള്ള ഒരു മഹത്വമേറിയ ഒരു സംഗതിയാണ് ദിക്ർ. ആ ദിക്റാണല്ലോ ഇവിടെ നാം നിർവഹിച്ചത്. നേരത്തെ ഞാൻ വരുമ്പോ ഇവിടെ മഹ്ലറത്തുൽ ബദ്രിയ നടക്കുന്നു, അതിന്റെ ശേഷം ബുർദ നടന്നു, ഇനി ഇവിടെ ജലായ റാത്തീം നടക്കാൻ പോവുകയാണ്. എല്ലാം ദിക്റിന്റെ മജ്ലിസുകളാണ്, അഥവാ എല്ലാം ദിക്റുകളാണ് അതിലുള്ളത്. നാം നമ്മുടെ പള്ളികളിൽ ചെല്ലുന്ന ഹദ്ദാദ് റാത്തീബുകൾ, അതുപോലെ മുഹിയുദ്ദീൻ റാത്തീബുകൾ, അതുപോലെ റിഫായി റാത്തീബുകൾ, ഇങ്ങനെ ധാരാളം റാത്തീബുകളുണ്ട്. ആ റാത്തീബുകളിലെല്ലാം നാം ചൊല്ലുന്നത് അല്ലാഹുവിന്റെ ദിക്റുകളാണ്. ആ ദിക്ർ ചില്ലറ സാധനമല്ല, വലിയ പവറുള്ള സാധനമാണ്. കണ്ടോ, ഈ ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, യുദ്ധത്തിൽ സംബന്ധിച്ചുകൊണ്ട് ശത്രുക്കളോട് പടപൊരുതുന്നതിനേക്കാളും വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ് അല്ലാഹുവിന് വേണ്ടി ചൊല്ലുന്ന ദിക്റുകൾ. അതുകൊണ്ട് തന്നെ ആ ദിക്റിന്റെ മജ്ലിസുകളിൽ നടത്തുന്ന ദുആക്ക് ഇജാബത്തുണ്ട്. ആ ദിക്റിന്റെ മജ്ലിസിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ കൽബുകൾ ശുദ്ധിയാകുന്നുണ്ട്. നമ്മുടെ കൽബിൽ എന്തെല്ലാം ചീത്തയായ സ്വഭാവങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്, അത് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ കൽബിലുള്ള ദുഷിച്ച ചിന്താഗതികൾ, അസൂയകൾ, കിബർ, അഹങ്കാരം, അതുപോലെയുള്ള ഏതെല്ലാം മലിനമായ മോശമായ എന്തെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം നിന്നും മോചനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ആത്മീയമായ മാർഗമെന്ന് പറഞ്ഞാൽ അത് ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദിക്റ് ചൊല്ലാനുള്ള തൗഫീഖ്, ധാരാളം ദിക്റ് ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. ഞാനിവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹ്ലറത്തുൽ ബദ്രിയ നടക്കുകയാണ്. ആ മഹ്ലറത്തുൽ ബദ്രിയിലുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഷഹാദത്ത് കലിമയുടെ വാക്ക്, ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഇസ്ലാമിന്റെ മുദ്രാവാക്യം മാത്രമല്ല, വലിയ പുണ്യമുള്ള, വലിയ പ്രതിഫലമുള്ള ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. അല്ലൈലു വന്നഹാറു 24 സഅ
രാത്രിയും പകലും 24 മണിക്കൂറുകളാണ്. 24 മണിക്കൂറാണല്ലോ ഒരു രാത്രിയും പകലും കൂടിയാൽ. എന്നാൽ വഹറൂഫു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലുള്ള അക്ഷരങ്ങളും 24 ആണ്. മണിക്കൂറുകളുടെ സമയം 24 ആണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലുള്ള അക്ഷരങ്ങളും 24 ആണ്. അതുകൊണ്ട് തന്നെ ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരു ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ കഫറ കുല്ലു ഹർഫിൻ ദുനൂബ സാ, അതിന്റെ ഓരോ അക്ഷരവും ഒരു മണിക്കൂറിൽ അവൻ ചെയ്ത തെറ്റുകളെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഓരോ മനുഷ്യൻ 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്റിലുള്ള ഓരോ അക്ഷരവും. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വലിയ പവറുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കേവലം നമ്മൾ മഹ്ളറത്തുൽ ബദ്രിയയിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ എല്ലാ സമയങ്ങളിലും കഴിവിന്റെ പരമാവധി ചൊല്ലാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ വലിയ പവറുള്ള ഒരു ദിക്റാണ്. മഹാനായ സുൽത്താനുൽ ഉലമാ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമയുടെ ഇജാസത്തോടു കൂടിയുള്ള ഒരു മഹത്തായ ദിക്റുകളാണല്ലോ മഹ്ളറത്തുൽ ബദ്രിയിലുള്ളത്. അപ്പോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അത് ഉൾപ്പെടുത്തിയത്, ആ മഹ്ളറത്തുൽ ബദ്രിയിൽ ഇജാസത്ത് നൽകിയത് അത് വെറുതെയല്ല, ഇത്രക്കും വലിയ പവറുള്ള ഒരു ദിക്റായതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് മഹ്ളറത്തുൽ ബദ്രിയിലും അതുപോലെ തന്നെ ജലാലിയിലും ഒക്കെ ചൊല്ലുന്ന മറ്റൊരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നാം ഏത് റാത്തീബിൽ ഇരുന്നാലും എല്ലാ റാത്തീബിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്ർ ഇസ്തിഗ്ഫാർ ആണ്. അത് മുഹയ്യിദ്ദീൻ റാത്തീബായാലും അല്ലെങ്കിൽ റിഫായി റാത്തീബായാലും ഏത് റാത്തീബിലുള്ള ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഫഇന്നീ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ 100 മറ. ഞാൻ ഓരോ ദിവസവും 100 വട്ടം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ആരാ പറയുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത, പ്രവാചകത്വത്തിന്റെ ശേഷം മാത്രമല്ല നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും മറന്നിട്ട് പോലും ഒരു ചെറുദോഷം പോലും ചെയ്യാത്ത മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ഫഇന്നീ അസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ 100 മറ. ഞാൻ എല്ലാ ഓരോ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഒരു ദിവസത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് കണക്കുണ്ടോ? നമ്മുടെ നാവുകളിൽ വരുന്ന കളവിന് കയ്യും കണക്കുമുണ്ടോ? നമ്മുടെ നാവിൽ വരുന്ന ഗീബത്തിന് പരിധിയുണ്ടോ? നമ്മുടെ നാവുകളിൽ വരുന്ന മറ്റ് വേണ്ടാത്തരങ്ങൾക്ക് വല്ല പരിധിയുമുണ്ടോ?
സുബ്ഹാനല്ലാഹ്, കയ്യും കണക്കുമില്ലാത്ത നിലക്ക് ജീവിതത്തിൽ തെറ്റിൽ കുളിച്ചിരി കളിക്കുന്ന നമ്മളോ ഒരു ദിവസത്തിൽ 10 വട്ടം ഒരു ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സമയം കിട്ടുന്നില്ല, നമുക്ക് മനസ്സ് വരുന്നില്ല. എന്നാൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തിൽ 100 വട്ടം ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന് അവിടുന്ന് നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്തിന്? നമ്മളൊക്കെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് ഇറക്കാത്ത ഒരു രോഗം അല്ലാഹു ഈ ഭൂമിയിൽ നൽകിയിട്ടില്ല. പക്ഷേ ചില രോഗങ്ങളുടെ അതിന്റെ മരുന്ന് മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രം. അല്ലാതെ മരുന്നില്ലാത്ത ഒരു രോഗം അല്ലാഹു ഈ ഭൂമിയിൽ ഇറക്കിയിട്ടില്ല. ആ മരുന്നുകളിൽ ആത്മീയമായ മരുന്നുണ്ട്, ഭൗതികമായ മരുന്നുമുണ്ട്. ആത്മീയമായ ചികിത്സയുമുണ്ട്, ഭൗതികമായ ചികിത്സയുമുണ്ട്. ഈ രണ്ട് ചികിത്സയും പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ച ചികിത്സകളാണ്. ആത്മീയമായ ചികിത്സയുമായി ബന്ധപ്പെടാം, ഭൗതികമായ ചികിത്സയുമായും ബന്ധപ്പെടാം. ആത്മീയമായ വിവരമുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ, അതുപോലെ സാദാതീങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കാം, അവരെ ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിപ്പിക്കാം, അവരെ ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളത്തിൽ മന്ത്രിപ്പിച്ച് ആ വെള്ളം നമുക്ക് കുടിക്കാം. അതൊക്കെ ആത്മീയ ചികിത്സകളാണ്. അതേസമയം വിദഗ്ധരായ ഡോക്ടർമാരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ഭൗതികമായ ചികിത്സകളും നേടാം. അതെല്ലാം പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ച സംഗതികളാണ്. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ രണ്ട് ഭാഗത്തും ഭൗതികമായ ചികിത്സയിലും ആത്മീയമായ ചികിത്സകളിലും ഇത് രണ്ടിലും തട്ടിപ്പുകളും കബളിപ്പിക്കലും നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും മറന്നു പോകരുത്. ഈ രണ്ട് മേഖലകളിലും ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ രണ്ട് മേഖലകളിലും ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അർഹരല്ലാത്ത, വിവരമില്ലാത്ത ആളുകളുമായി ഒരിക്കലും നിങ്ങൾ ബന്ധപ്പെടരുത്. ആത്മീയമായ ചികിത്സകളുടെ പേരിൽ ധാരാളമായ ചൂഷണങ്ങളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും ഈ തട്ടിപ്പിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഒരാളുടെയും ചതിയിൽ കുടുങ്ങിപ്പോകരുത്. പക്ഷേ ഈ സമൂഹത്തിന് നമ്മുടെ ആലിമീങ്ങൾ എത്ര ബോധവൽക്കരിച്ചാലും എത്ര പറഞ്ഞാലും പക്ഷേ വീണ്ടും വീണ്ടും പലരുടെയും ചതിയിൽ കുടുങ്ങിപ്പോകും. വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ചും ശരീഅത്തിനെ സംബന്ധിച്ചും അറിയാത്ത ആളുകൾ ഒരിക്കലും അത്തരം ആത്മീയ ചികിത്സകൾ നൽകാനോ ആത്മീയമായ ചികിത്സ നടത്തി അതിന് നേതൃത്വം നൽകാനോ ഒരിക്കലും പാടുള്ളതല്ല. അത് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നതും അല്ല. ആത്മീയമായ നേതൃത്വം നൽകുന്നവർ അവർ ഇസ്ലാമിന്റെ അറിവുള്ളവരായിരിക്കണം, ശരീഅത്തിൽ പഠിച്ചവരായിരിക്കണം, ദർസിൽ ഓതി പഠിച്ചവരായിരിക്കണം. അല്ലാത്തവർ അത്തരം കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുത്. അതിന്റെ അപകടങ്ങൾ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് കൂടുതലൊന്നും ഇപ്പോൾ വിശാലമായി പോകുന്നില്ല. നിങ്ങൾ ഒരിക്കലും അത്തരം കുടുക്കിൽ കുടുങ്ങരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. പക്ഷേ കുറ്റങ്ങളുടെ മരുന്നും, ഒരു മനുഷ്യൻ കുറ്റം ചെയ്താൽ അതിനുള്ള മരുന്ന് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അതിന് സൂചിപ്പിച്ച മരുന്ന് അൽ ഇസ്തിഗ്ഫാർ.
ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ നോക്കുക. അത് ഒരു മനുഷ്യൻ അവന്റെ കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ, അവൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകാനുള്ള ഒരു മരുന്നായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ധാരാളം ടെൻഷനുകൾ ഉള്ളവരാണ്, ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. ഏതെല്ലാം പ്രതിസന്ധികൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, കുടുംബപരമായി നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും തീരാത്ത, എണ്ണിയാൽ തീരാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ബേജാറുകളും ദുഃഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആ ടെൻഷനുകളിൽ നിന്ന് മോചനം കിട്ടാൻ, പ്രയാസങ്ങൾ നീങ്ങിയിട്ട് സന്തോഷം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച ഒരു മരുന്നുണ്ട്. എന്താണറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അവന്റെ സമയങ്ങളിൽ കൂടുതലായി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എങ്കിൽ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ബേജാറിൽ നിന്നും അല്ലാഹു അവനിക്ക് മോചനം നൽകുന്നു. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവനിക്ക് റിസ്ക് നൽകുന്നു. അപ്പോൾ പ്രയാസങ്ങൾ നേരിടുന്ന, ടെൻഷനുകളെ കൊണ്ട്, ബേജാറുകളെ കൊണ്ട് വല്ലാത്ത വിഷമിക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷമുണ്ടാകാനുള്ള നല്ലൊരു ഫോർമുല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇസ്തിഗ്ഫാർ എന്ന ഈ മഹത്തായ ഒരു മരുന്ന് നമ്മുടെ റാത്തീബിൽ, അത് ജലാലിയിൽ നമ്മൾ ചൊല്ലുന്നു, മഅലത്തുൽ ബദീലിൽ ചൊല്ലുന്നു, മുഹയ്യിദ്ദീൻ റാത്തീബിൽ ചൊല്ലുന്നു. എല്ലാ റാത്തീബിലുള്ള ഒരു സ്പെഷ്യലായ ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. നിസ്കാരം കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. അപ്പോ ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. എന്നാൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് അത് പരിഹാരമാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് മരുന്നാണത്. അല്ലാഹു നമുക്ക് അത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വരുന്നു. വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന. പൊന്നാര നബിയെ, എനിക്കൊരു അമല് പറഞ്ഞു തരണം, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, ഒരു അമല്. ആ അമല് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിക്കളയണം, എന്നെ സ്വർഗത്തിലേക്ക് കടത്തിക്കളയുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദ്വേഷപ്പെടാൻ പാടില്ല, അരിശമുണ്ടാകരുത്, ദ്വേഷം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഫഇന്നി ലാ ഉതീഖു ദാലിക, അതെന്നെ കൊണ്ട് കഴിയില്ല നബിയെ, ദ്വേഷം കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ പ്രകൃതിയാണ്. ദ്വേഷം വരുന്നത് എന്റെ പ്രകൃതിയാ, അത് നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഒരു മരുന്നായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഫസ്തഗ്ഫിരില്ലാഹ അസ്സ വജല്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ആ ഇസ്തിഗ്ഫാർ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തും, നിന്റെ ദ്വേഷമെല്ലാം നീക്കിക്കളയും. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഫസ്തഗ്ഫിരില്ലാഹ കുല്ല യൗമിൻ ബഅദ സ്വലാത്തിൽ അസ്ർ, അസ്ർ നിസ്കാരത്തിന്റെ ശേഷം നീ ഇസ്തിഗ്ഫാർ നടത്തണം. 70 മറ,
70 വട്ടം നീ അസർ നിസ്കരിച്ചതിന്റെ ശേഷം ആ നിസ്കാരത്തിന്റെ അതേ നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് നീ 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അത് മതി. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, ദ്വേഷമെല്ലാം കുറഞ്ഞു പോകും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ ശേഷം നമുക്ക് ധാരാളം ദിക്റുകളുണ്ട് ചൊല്ലാൻ, അല്ലേ? ഒരുപാട് ദിക്റുകളുണ്ട്. 33 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ആ ദിക്റുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ചൊല്ലുന്ന ദിക്റ് അത് 25ഓ 28ഓ 35ഓ 23ഓ ഒന്നും നമുക്കറിയില്ല, അങ്ങ് ചൊല്ലുന്നുള്ളൂ, അല്ലേ? ആ ദിക്റ് നമ്മൾ ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യാതെ ചിലപ്പോ 20 ആയിരിക്കാം, ചിലപ്പോ 25 ആയിരിക്കാം, ചിലപ്പോ 45 ആയിരിക്കാം, ചിലപ്പോ 30 ആയിരിക്കാം. ഒരു ബോധവും ഇല്ലാത്ത നിലക്കല്ലേ നമ്മളൊക്കെ പലപ്പോഴും ആ ദിക്റ് ചൊല്ലുന്നത്. അതുകൊണ്ട് അങ്ങനെ ആകാതെ, അങ്ങനെ തെറ്റുന്നുണ്ടെങ്കിൽ ഒരു തസ്ബീഹിന്റെ മാലെങ്കിലും കയ്യിൽ പിടിച്ച് കൃത്യമായി 33 വട്ടം എണ്ണം കൃത്യമായ നിലക്ക് ചൊല്ലാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. കാരണം 33 വട്ടം എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആ എണ്ണത്തിന്റെ ഒരു സ്പെഷ്യലായ ഒരു രഹസ്യമുണ്ട്, അതിന് പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വെറുതെ അല്ലല്ലോ ആ എണ്ണം പറയുന്നത്. 33 വട്ടം എന്ന് പറയുമ്പോ അതിന് വലിയ രഹസ്യമുണ്ട്, ഒരു സിറുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായ നിലക്ക് നമ്മൾ എണ്ണണം. നമ്മളെ കയ്യിൽ ഒരു തസ്ബീഹിന്റെ മാലുണ്ടെങ്കിൽ ഖൈറുൽ മുദക്കിർ അസ്സുബ്ഹ, നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാൻ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും നല്ല സംഗതി തസ്ബീഹിന്റെ മാലയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കയ്യിൽ തസ്ബീഹിന്റെ മാല പിടിപ്പിക്കുമ്പോ ചില ആള് പറയലുണ്ട്, അയാളിങ്ങനെ ആരോ കാണാൻ വേണ്ടിയിട്ടാണ് തസ്ബീഹിന്റെ മാല പിടിക്കുന്നത്, ഞാൻ ഒരു ദാക്കിറാണ്, ദിക്റ് ചൊല്ലുന്നവനാണ് എന്ന് ജനങ്ങൾക്ക് കാണിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ തസ്ബീഹിന്റെ മാല പിടിക്കുന്നത് എന്നിങ്ങനെ ആരെന്ത് ചെയ്താലും തെറ്റിദ്ധരിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഖൈറുൽ മുദക്കിർ അസ്സുബ്ഹ, ഒരു മനുഷ്യന് അവനെ ഓർമ്മിപ്പിക്കാൻ, ദിക്റ് ചൊല്ലാൻ സ്മരണ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ തസ്ബീഹിന്റെ മാല. അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ അവന് തസ്ബീഹ് ചൊല്ലാനുള്ള ഒരു ഓർമ്മ ഉണ്ടാകും. അപ്പൊ അതിനു വേണ്ടി മാത്രമല്ല നമുക്ക് ദിക്റ് ചൊല്ലാനും അത് സഹായമാകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ദിക്റുകളൊക്കെ കൃത്യമായി എണ്ണം പരിഗണിച്ചുകൊണ്ട് ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ചെല്ലുന്ന, നമ്മുടെ എല്ലാ റാത്തീബുകളിൽ ചെല്ലുന്ന 2-3 ദിക്റുകളെ സംബന്ധിച്ച് മാത്രമാണ്. അതിൽപ്പെട്ട മറ്റൊരു ദിക്റാണ് ഏറ്റവും മഹത്വമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ്. വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതില്ലാത്ത ഒരു റാത്തീബുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റില്ലാത്ത ഒരു റാത്തീബുമില്ല. ജലാലിയായാലും മഅ്ദുറത്തുൽ ബദരിയായാലും എല്ലാ റാത്തീബുകളിലുമുള്ള വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ് അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റ് ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഹാനായ സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇഖ്വാനി ഇൻ കുൻതും ആസീൻ, നിങ്ങൾ കുറ്റവാളികളാണ് എങ്കിൽ, ജീവിതത്തിൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഫഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലണം. ഫഇന്നഹാ തുകഫിറുദ് ദുനൂബ്, എല്ലാ ദോഷങ്ങൾക്കും അത് പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ദിക്റ് അധികരിപ്പിക്കണം. വഇൻ കുൻതും ത്വായിഈൻ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ, ഫജദ്ദിദു ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്,
നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ കൊണ്ട് നിങ്ങളെ ഖൽബ്, നിങ്ങളെ ഈമാനിനെ നിങ്ങളൊന്ന് പുതുക്കണം. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അല്ല അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഫഇന്നഹാ തുജദ്ദിദുൽ ഈമാൻ, നിങ്ങളെ ഈമാനിനത് പുതുക്കിക്കളയും. നിങ്ങളെ ഈമാനിനിക്ക് ഫ്രഷ്നെസ് നൽകും. മാത്രമല്ല വതൂരിസുൽ അംന വൽ അമാൻ, നിങ്ങൾക്കത് കാവല് നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ കാവലുണ്ടാകും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, എല്ലാ മുസീബത്തുകളിൽ നിന്നും വലിയ കാവലുണ്ടാകും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലണേ. വൽ അഫ്വ വൽ ഗുഫ്റാൻ, മാത്രമല്ല നിങ്ങളെ ദോഷങ്ങളെയും അത് പുറത്തു തരും. അതുകൊണ്ട് ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലണം. ഈ ദിക്റുകളെല്ലാം നമ്മൾ ചൊല്ലുന്ന മഹ്ലറത്തുൽ ബദ്രിയിലും ജലാലിയിലും ഒക്കെ ഉണ്ട്. അല്ലാഹു അതിന്റെ ബർക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുന്നു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വെച്ചിട്ട് തങ്ങളെ ശഫാഅത്ത് കൊണ്ട് കൂടുതൽ വിജയം നേടുന്ന, അങ്ങയുടെ ശഫാഅത്തിന് കൂടുതൽ അർഹതയുള്ള ആള് ആരാണ് നബിയേ? നാളെ ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് കിട്ടണ്ടേ? പൊന്നാരി നബിനെ വിട്ടുകൊണ്ട് നമുക്കൊരു ജീവിതമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ വിസ്മരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കിക്കൊണ്ട് നമുക്കൊരു ജീവിതമില്ല. കാരണം നമുക്ക് മരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് കാണണം. ഖബറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒറ്റ ചോദ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് രണ്ട് ചോദ്യമാണുള്ളത്. അല്ലാഹുവിനെ പറ്റി ചോദിക്കുന്നത് മർറബ്ബുക, നിന്റെ റബ്ബാരാണ്. ഇങ്ങനെ ഒറ്റ ചോദ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. മന്നബിയുക, നിന്റെ നബി ആരാണ്? നിന്റെ പ്രവാചകർ ആരാണ്? അതിന് ഉത്തരം കൊടുത്താൽ അതാ പിന്നീട് വരുന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്ത് അതേ ആ മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആ ഹിജാബ്, ആ മറ നീക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും, അതഅരിഫു ഹാദർ റജുല, ഈ വ്യക്തിനെ പരിചയമുണ്ടോ? ഈ വ്യക്തി നിങ്ങൾ എനിക്കറിയാമോ? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാകുന്ന സാദാതീങ്ങളെ സ്നേഹിച്ച, അവരെ ബഹുമാനിച്ച ആളാണ് എങ്കിൽ അവൻ അവിടുന്ന് പറയും, ഹാദാ ഹബീബി റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ ഹബീബാണ്, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അവിടെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുകൊണ്ടൊരു ജീവിതം നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനെ തരണ്ടായി തിന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാകുന്ന അഹ്ലു ബൈത്തിനെ തരണ്ടായി തിന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാനും
അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ ആഗ്രഹിക്കാത്ത ആളാരാണ്? സുബ്ഹാനല്ലാഹ്. നബിയോട് ചോദിക്കുകയാണ്, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. പൊന്നാര നബിയേ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് കൂടുതൽ വിജയിച്ച ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നൽകിയ മറുപടി എന്താണെന്നറിയോ? അസ്അദുന്നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ കൂടുതൽ ചൊല്ലിയവൻ ആരാണോ അവനാണ് എന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിച്ചവനെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ റാത്തീബുകളിലും റാത്തീബിലും നമ്മൾ 50 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ജലാലിയ റാത്തീബിൽ ഇരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. മഹളറത്തുൽ ബദീൽ ഇരുന്നാലും അവിടെയും ചൊല്ലുന്നു. അങ്ങനെ എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ അധികരിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്ന ഒരു അവസാനത്തെ നിമിഷമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. എനിക്കും നിങ്ങൾക്കും പോകാനുള്ള ഒരു സമയമുണ്ട്. ആ കാര്യം അല്ലെങ്കിൽ ആ ഒരു മരണം അതില്ലാത്ത ഒരാളും ഈ ലോകത്തില്ലല്ലോ. ഭൂമിയിലേക്ക് വന്ന ഏതൊരാൾക്കും മരിച്ചു പോകേണ്ടതുണ്ട്, ഖബറിൽ വെച്ച് കണ്ടു കടക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ. നല്ല ആത്മശുദ്ധിയുള്ള ഖൽബ് ശുദ്ധിയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. മഹാന്മാരെ സ്നേഹിച്ച് സാദാതീങ്ങളെ സ്നേഹിച്ച് ആലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബർക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായി അറിയപ്പെട്ട മുജദ്ദിദ് മുജ്തഹിദായി അറിയപ്പെട്ട വലിയ മഹാനാണ് സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു. ആ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു ഞാൻ ഇതെന്തിന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബൊന്ന് ശുദ്ധിയാക്കാനാണ്, നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനാണ്. ആ മഹാന്മാരെ പോലെ നമ്മുടെ കൽബും അല്ലാഹു ശുദ്ധിയാക്കി തരണം. ദിക്റിന്റെ പവർ കൊണ്ട്, ദിക്റിന്റെ കാരണങ്ങളെ കൊണ്ട്, സ്വലാത്തിന്റെ കാരണങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബ് ഈമാനിന്റെ പ്രകാശം കൊണ്ട്, ഇൽമിന്റെ പ്രകാശം കൊണ്ട് ലംഘിപ്പിച്ച് തരുമാറാവട്ടെ. സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു ധാരാളം മുതഅല്ലിമീങ്ങളുള്ള ഒരുപാട് പ്രഗൽഭരായ ആലിമീങ്ങൾ പഠിക്കുന്ന വലിയ മഹാനാണ് സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു. ആ സുഫിയാനു തൗരി റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ദാ ഒരു ഹദിയ കൊടുക്കുന്നു. സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വേണ്ട, നിന്റെ ഹദിയ ഞാൻ സ്വീകരിക്കുന്നില്ല. ആ സമയത്ത് ഹദിയ കൊടുത്ത ആള് പറയുകയാണ്, അല്ല ഉസ്താദേ, ഞാൻ നിങ്ങൾക്ക് തന്ന ഹദിയ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? ഞാൻ നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ ദർസിൽ ഓതി പഠിക്കുന്ന ഒരു മുതഅല്ലിമല്ല, ഞാൻ പുറത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്റെ ഹദിയ നിങ്ങൾക്കൊന്ന് സ്വീകരിച്ചുകൂടെ? അങ്ങനെ പറയാനുള്ള കാരണമെന്തേ? മഹാനായ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു
തന്റെ അടുക്കൽ ഓതി പഠിക്കുന്ന ഒരു മുതഅല്ലിമാണ് എങ്കിൽ ആ മുതഅല്ലിമിന്റെ വക്കൽ നിന്ന് ഹദിയ സ്വീകരിച്ചാൽ തന്റെ അടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ ഈ ഹദിയ കൊടുത്ത മുതഅല്ലിമിനോട് കൂടുതൽ സ്നേഹം വരുമല്ലോ, കൂടുതൽ അടുപ്പം വരുമല്ലോ. അതൊരിക്കലും പാടില്ല. തന്റെ അടുക്കൽ പഠിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങളോടും ഒരേപോലെ സ്നേഹമുണ്ടാകണം, എല്ലാ മുതഅല്ലിമീങ്ങളെ ഒരേപോലെ കാണണം. അതുകൊണ്ട് ഹദിയ സ്വീകരിച്ചാൽ ഹദിയ തന്ന മുതഅല്ലിമിനോട് കൂടുതൽ സ്നേഹം വരുമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമല്ല. ആ സമയത്ത് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ എനിക്കറിയാം നീ എന്റെ അടുക്കൽ പഠിക്കുന്നവനല്ല, പക്ഷേ നിന്റെ സഹോദരൻ ഇവിടെ പഠിക്കുന്നു, നിന്റെ സഹോദരൻ എന്റെ ദർസിൽ ഓതി പഠിക്കുന്ന ഒരു മുതഅല്ലിമാണ്. അതുകൊണ്ട് നിന്റെ വക്കൽ നിന്ന് ഞാൻ ഹദിയ സ്വീകരിച്ചാൽ നിന്റെ സഹോദരനാണ് എന്ന നിലക്ക് നിന്റെ ആ സഹോദരനായ മുതഅല്ലിമിനോട് എന്റെ ഖൽബിൽ കൂടുതൽ സ്നേഹം വന്നാലോ അത് അനീതിയാകുമല്ലോ, അത് തെറ്റാകുമല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്റെ ഹദിയ വേണ്ട. ഇതാണ് മഹാന്മാരായ ആ മുൻഗാമികളായ മഹാന്മാരുടെ ഹൃദയം. നല്ല ശുദ്ധമായ ഖൽബിന്റെ ഉടമകളാണ്, നല്ല ആത്മാർത്ഥതയുള്ള മനസ്സുള്ള ആത്മാർത്ഥതയുള്ള ഖൽബിന്റെ ഉടമകളായിരുന്നു. ഒരു അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാണ്. അതിനെല്ലാം കാരണം അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും ധാരാളം ദിക്ർ അവരുടെ ജീവിതത്തിൽ ചൊല്ലുകയും ചെയ്തതുകൊണ്ട് അല്ലാഹു അവരെ ഖൽബ് നല്ല പ്രകാശമാക്കി കൊടുത്തു, നല്ല വിശാലമാക്കി കൊടുത്തു. ആ ഖൽബിൽ ഒരാളോടും പകയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും ചതിയില്ല. അതെല്ലാം ദിക്റിന്റെ പവറാണ്. അല്ലാഹു നമുക്ക് ധാരാളം ദിക്ർ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ, ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വിലകെട്ടാൻ സാധ്യമല്ലാത്ത ഏറ്റവും മഹത്വമേറിയ നാവ് എന്ന ഒരു അവയവം നീ ഞങ്ങൾക്ക് തന്നല്ലോ റബ്ബേ. ആ നാവ് നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവാക്കാൻ, ദിക്റിലും സ്വലാത്തിലും ഖുർആനോത്തിലും ചെലവാക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇൽമു പറഞ്ഞു കൊടുക്കാനും ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റേ നാൾ ശനിയാഴ്ച 30-ാം തീയതി നമ്മുടെ എല്ലാമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അല്ലാഹ് കാസർഗോഡ് ചട്ടഞ്ചാലിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ സമസ്തയുടെ എല്ലാ പ്രഗൽഭരായ വലിയ വലിയ ആലിമീങ്ങളൊക്കെ സംബന്ധിക്കുന്നുണ്ട്, അല്ലാത്ത ആലിമീങ്ങളും സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ സംബന്ധിക്കണം, ആ പരിപാടി വിജയിപ്പിക്കണം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്ത ഉസ്താദുമാർക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് പോകാനില്ല. അങ്ങനല്ല, എല്ലാവരും സംബന്ധിക്കണം, എല്ലാവരും അതിൽ പോകണം. ആലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അല്ലാത്തവർക്കും ഉസ്താദുമാർക്കും അല്ലാത്തവർക്കും ഒക്കെ സംബന്ധിക്കാനുള്ള ഒരു മഹത്വമേറിയ ഒരു പരിപാടിയാണ് സമസ്തയുടെ 100-ാം വാർഷികം. ഇനി വരുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ 200-ാമത്തെ വാർഷികമാണ്. അത് 2126-ലാണ്. അപ്പൊ ഈ മജ്ലിസിലിരിക്കുന്ന ഒറ്റ കുട്ടിയും
ഈ ഭൂമിന്റെ മുകളിൽ ഉണ്ടാവില്ല, അല്ലേ? അത് ഉറപ്പാണ്. ഈ ഭൂമിന്റെ ഇന്നിരിക്കുന്ന ഒരാളും 1126 ആകുമ്പോ ഇവിടെ ഉണ്ടാകില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു 100ാം വാർഷികത്തിൽ സംബന്ധിക്കാം എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ്. ധാരാളം ആലിമീങ്ങളും സാദാതീങ്ങളും ഒക്കെ സംബന്ധിക്കുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള്, അല്ലാഹുവേ അവിടുത്തെ മദദ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആശീർവദിച്ച മഹത്തായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ചട്ടഞ്ചാലിൽ നടക്കുന്ന 100ാം വാർഷിക സമ്മേളനം, അത് നടക്കുന്നത് 2026 അതിന്റെ പ്രഖ്യാപന സമ്മേളനമാണ്. മറ്റേനാള് 30ാം തീയതി ശനിയാഴ്ച നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ സംബന്ധിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ടതില്ല. മഹാന്മാരായ ഉസ്താദുമാർ നമ്മോട് നിർദ്ദേശിച്ചതുപോലെ നമ്മളൊക്കെ കർമ്മരംഗത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്, അല്ലാതെ വാട്സപ്പ് രംഗത്തിലും അല്ല. അവിടെയൊക്കെ വേണ്ടാത്ത എന്തൊക്കെ പലരും പറയുന്നവരുണ്ടാകും, എന്തൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അതൊക്കെ നമ്മുടെ പരിപാടിയുടെ പ്രചരണമായി നിങ്ങൾ കൂട്ടിയാൽ മതി. നമ്മൾ പരിപാടി സംഘടിപ്പിക്കൽ മാത്രമാണ്, അതിന്റെ പ്രചരണവും അതിന്റെ വിജയവും എല്ലാം മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രചരണങ്ങളൊന്നും നടത്താതെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ പ്രചരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിപാടി വൻ വിജയമാക്കി തെരുമാറാവട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കർണാടകയിൽ പ്രവർത്തിക്കുന്ന SYS എന്ന മഹത്തായ സംഘടനയുടെ 30ാം വാർഷികം ഇൻഷാ അല്ലാഹ് ജനുവരി 24ാം തീയതി നടക്കുന്നു. അതും വൻ വിജയമാക്കി നമ്മൾ വിജയമാക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികൾ വിജയിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അതോടുകൂടി നമ്മുടെ ആസ്ഥാനം അതും കൂടി ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. എല്ലാവരും അതിന് ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും, നമ്മുടെ കർണാടകത്ത് ഇന്നേ വരെ നമ്മുടെ സംഘടനാ രംഗത്ത് ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് നമുക്കൊരു നാണക്കേടിന്റെ വിഷയമായിരുന്നു. എന്നാലും പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ താജുൽ ഫുഖഹാഇന്റെ ആ കാലത്ത് തന്നെ അതിന് തറക്കല്ലിടുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഒന്ന് തറക്കല്ലിട്ട് കുറെ വർഷങ്ങളായി. അപ്പോ SYSന്റെ സമ്മേളനത്തിനോടനുബന്ധിച്ച് ആസ്ഥാനവും കൂടി ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ വലിയ ആ ഒരു സന്തോഷത്തിന്റെ സംരംഭം കാണാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാഇന്റെ വലിയ സ്വപ്നമായിരുന്നു, ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ വലിയ സ്വപ്നമായിരുന്നു. അതൊന്ന് കാണണമെന്ന് അവർക്ക് ആ ഭാഗ്യമുണ്ടായില്ല. എന്നാലും ആത്മീയമായ ആ ലോകത്ത് അവർ അത് കാണും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയും നിങ്ങളെല്ലാവരും അതിന്റെ പ്രചരണവും ഏറ്റെടുക്കണം. അള്ളാഹു അതെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. ഈ വേദിയിൽ ഒരുപാട് സാദാത്യങ്ങളുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ആലിമീങ്ങളുണ്ട്. ഈ സദസ്സിൽ ധാരാളം ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും പ്രായമുള്ളവരും അതുപോലെ ഒരുപാട് ഉമ്മമാരൊക്കെയുണ്ട്. എല്ലാവരുടെയും ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് നടത്തുന്ന ദുആകൾക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.